വാറണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പോൾ ഇത്രയും എമൗണ്ട് ആവുന്ന സംഭവമാണെന്ന് നമുക്കറിയത്തില്ല. ഞാനപ്പോൾ തന്നെ വിഷ്ണുവിനോട് ചോദിച്ചിട്ട് എന്ത് കോസ്റ്റ് വരും എന്ന് ചോദിച്ചു. വിഷ്ണു പറഞ്ഞു സാർ നല്ല കോസ്റ്റ് വരുന്ന ഒരു ഐറ്റമാണ്, ഓൾമോസ്റ്റ്ലി ഒരു 14,000 ചിലപ്പോൾ വരുമെന്ന് എന്നോട് പറഞ്ഞു. പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഷോക്കായിപ്പോയി. 14,000 റുപ്പീസൊക്കെ എന്ന് പറഞ്ഞാൽ അതും വാറണ്ടി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷ്ണു ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ചേട്ടാ എനിക്ക് ഒരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് കംപ്ലയിൻറ്റ് കുറവുള്ളൊരു വണ്ടി, എനിക്ക് കംപ്ലയിൻറ്റ് കുറവല്ല, ചിലരെൻ്റെ അടുത്ത് പറയും ചേട്ടാ കംപ്ലയിൻറ്റ് ഇല്ലാത്ത വണ്ടി അതുള്ള. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ഇല്ലാത്ത എന്ന് പറഞ്ഞൊരു വണ്ടിയില്ല. വാറണ്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ഇവർ തന്നില്ലേ, അതൊരു ഭാഗ്യമായിട്ട് നമ്മൾ കൂട്ടാം. വേറൊരു ബ്രാൻഡാണ്, അവർ നാളെ പറയണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ, ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടു. അതായത് ഇതിൻ്റെ വാഹനങ്ങൾക്ക് ബാറ്ററി പറയണ പോലെ 5 വർഷം 60,000 ഉണ്ടെങ്കിലും പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ വെഹിക്കിൾ വാറണ്ടി 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ. ഇതിൽ ഏതാണ് ആദ്യം എത്തുന്നത്? 3 വർഷം കഴിഞ്ഞാൽ വാറണ്ടി കഴിഞ്ഞു, അതല്ല ഈ 3 വർഷം ആവുന്നതിന് മുമ്പ് 30,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിൾ വാറണ്ടി ഇല്ല. പലരുടെയും വിചാരം എന്ന് വെച്ചാൽ ഒരു ബാറ്ററി ഉണ്ട്, ഒരു മോട്ടറുണ്ട്, വണ്ടി ഓടുന്നു. അത് ബാറ്ററി ഉണ്ട്, മോട്ടറുണ്ട്, മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ കൺട്രോളർ ഉണ്ട്, ഇതിനിടയിൽ DC കൺവേർട്ടർ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും നല്ലൊരു റേറ്റ് വന്നുകൊണ്ടാണ് വണ്ടിക്ക് ഈ റേറ്റ് വരുന്നത്. അപ്പോൾ ഇവർ 25% ആണ് എന്നോട് പറഞ്ഞത്. ഞാൻ അതിന് ശേഷം ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടു. അതിനുശേഷം കമ്പനി കോൺടാക്ട് ചെയ്ത് നമ്മളോട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അവർ 50% നമുക്ക് തന്നു എന്ന് പറഞ്ഞു. ഏതൊരു സാധനമായാലും, അത് ഇലക്ട്രിക് വാഹനമായാലും ഇലക്ട്രോണിക് സാധനങ്ങളായാലും എന്ത് സാധനമാണെങ്കിലും വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ് എന്ന്, എൻ്റെ കൂടെ ഉള്ളത് ബോണിയാണ്. അപ്പോൾ ഈ വാറണ്ടി എന്ന് പറയുന്നൊരു സംഭവത്തെ പറ്റിയിട്ട് ഞാൻ എപ്പോഴും കാര്യമായിട്ട് എടുത്ത് പറയാറുണ്ട്. നമ്മൾ പലരും വളരെ നിസ്സാരമായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ പലരും അത്ര പ്രാധാന്യം കൊടുക്കാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഈ വാറണ്ടി, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏതൊരു സാധനമായാലും, അത് ഇലക്ട്രിക് വാഹനമായാലും ഇലക്ട്രോണിക് സാധനങ്ങളായാലും എന്ത് സാധനമാണെങ്കിലും വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത് നമുക്കൊരു വലിയൊരു ഇഷ്യൂ ആവുന്ന, നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം വാറണ്ടി കഴിഞ്ഞ് വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ എയ്തർ 450X ജനറേഷൻ 3 യൂസറാണ് ബോണി. അപ്പോൾ ബോണിയുടെ വണ്ടിയിൽ ഈ വാറണ്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് ഇഷ്യൂസ് വന്നു. അപ്പോൾ അതിന് ഒരു വലിയൊരു എമൗണ്ട് തന്നെ കമ്പനി ആവശ്യപ്പെട്ടു സർവീസ് സെൻറ്ററിൽ നിന്ന്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 2-3 ആഴ്ച മുമ്പല്ലേ എന്നെ രാത്രി ഒരു ദിവസം വിളിക്കണത്. ഞാൻ വിളിക്കുന്നത് ഈ മൺഡേ ആയിരുന്നു. മൺഡേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമായിരുന്നു. ആലുവയിൽ നിന്ന് ഞാൻ വരുന്നതാണ്. പള്ളിക്കര സ്ഥലത്ത് വെച്ച് ഞാൻ വണ്ടി ഒന്ന് ജസ്റ്റ് നിർത്തി. അപ്പോൾ നമ്മൾ കടയിൽ ഒരു സാധനം മേടിക്കാനായിട്ട് നിർത്തിയാവും. സാധനം മേടിച്ച് തിരിച്ചു വരുന്നു, കീ ഓണാക്കുന്നു, വണ്ടി ഫുള്ളായിട്ട് ബ്ലാക്ക് ഔട്ടായിരുന്നു, ലൈറ്റൊന്നും കത്തുന്നില്ല. അപ്പോൾ നോർമലി ഇങ്ങനെ ഇടയ്ക്ക് ഇഷ്യൂ വരാണ്. അപ്പോൾ നമ്മൾ സാധാരണ ക്ലച്ച് പോലെ എന്തെങ്കിലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു, സാധാരണ അങ്ങനെ വരുമ്പോഴും നമ്മുടെ ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും കത്താറുണ്ട്. ഡിസ്പ്ലേ ആണ് ബ്ലാക്ക് ഔട്ട്, പക്ഷേ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ റീസ്റ്റാർട്ടിംഗ് എന്ന് ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ചു. നമ്മൾ ഈതറിൻ്റെ സിമ്പിൾ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു റീസ്റ്റാർട്ടിംഗ് ആണ്. റീസ്റ്റാർട്ടായി, വണ്ടി എല്ലാം നോർമലായി, നമ്മുടെ ഡാഷ്ബോർഡ് എല്ലാം വിസിബിൾ ആയി കഴിഞ്ഞപ്പോൾ നോർമൽ പോലെ ബ്രേക്ക് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. സ്റ്റാർട്ട് ചെയ്യാൻ വീണ്ടും ഷട്ട് ഡൗൺ ആയി. ഇതൊരു റിപ്പീറ്റിൽ ഒരു 3-4 തവണ റിപ്പീറ്റ് ആയി. പിന്നെ ഞാൻ കീ ഓഫ് ചെയ്തു, വീണ്ടും കീ ഓണാക്കി, വീണ്ടും ഞാനിതിങ്ങനെ റിപ്പീറ്റായിട്ട് വന്നപ്പോഴാണ് ഞാൻ ബ്രോനെ വിളിച്ചത്, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് ബ്രോ പറഞ്ഞു നമ്മളിത് എന്തെങ്കിലും റോഡ് അസിസ്റ്റൻസിന് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ അതിനുശേഷം റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിച്ചു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ നൈറ്റായി, ഈ സമയത്ത് നമുക്ക് അസിസ്റ്റൻസ് കിട്ടില്ല, ഇപ്പോൾ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇതാ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഒട്ടും സേഫ് അല്ല, നമ്മൾ റോഡ് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്, നമുക്കിപ്പോൾ ഇത്രയും വണ്ടി നമുക്ക് ഇവിടെ പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, പെട്ടെന്ന് വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് നടന്ന സമയത്ത് തന്നെ വണ്ടി, എനിക്ക് തോന്നുന്നു വണ്ടിയുടെ ടയർ എന്തോ സ്റ്റക്കായ പോലെയാണ്, വണ്ടി മൂവ് ആവുന്നില്ല. അധികം തള്ളിക്കഴിഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് ബലം പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ പെട്ടെന്ന് കാണിച്ചു. അപ്പോൾ വണ്ടി തള്ളാനും പറ്റുന്നു. അപ്പോൾ ഞാൻ തൊട്ടടുത്തൊരു ഷോപ്പിലേക്ക് വണ്ടി കയറ്റി വെച്ചു. ഞാൻ വീണ്ടും റോഡ് അസിസ്റ്റൻസ് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതാണ് സാർ ഇഷ്യൂ, നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് കസിൻ്റെ വീടുണ്ട്, ഞാൻ കസിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിൽ നിന്ന് വീണ്ടും വിളിച്ചു, റോഡ് അസിസ്റ്റൻസ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ, ഞാൻ പറഞ്ഞ ഇഷ്യൂ വെച്ച് ക്രിട്ടിക്കലാണ്, എനിക്ക് റിസ്ക് ആണ്, ഇങ്ങനെ റോഡിൽ വെച്ചിട്ട് പോകാൻ, നമുക്ക് അതിനുള്ള ഇതില്ല, എന്തെങ്കിലും നിങ്ങൾ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സാർ ഒന്ന് ഹോൾഡ് ചെയ്യും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. സാറിന് കറണ്ട് ലൊക്കേഷൻ എൻ്റെ തരാൻ പറഞ്ഞു. വാട്സപ്പിൽ എനിക്കൊരു ഹായ് അയച്ചു. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തു. അവരതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഒരാൾ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു സാറിന് അവിടെ പെരുമ്പാവൂർ ഇപ്പുറത്തുണ്ട്, എനിക്ക് ഈ ലൊക്കേഷൻ അടുത്താണ്, ഞാൻ പെട്ടെന്ന് ഒന്ന് പിക്ക് ചെയ്യാം, വണ്ടി ഇവിടെ കൊടുക്കാമെന്ന്. വണ്ടി അവർ വന്നു ഒരു 10-11 മണിയായപ്പോൾ വരുന്നു. ഒരു വണ്ടി പിക്ക് ചെയ്തു, എനിക്ക് സ്ലിപ്പ് തന്നു. വണ്ടി അവർ ഷോറൂമിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും എല്ലാം അവരുടെ സൈഡിൽ നിന്ന് എല്ലാം ഓക്കെ ആയിരുന്നു സാർ. പക്ഷേ ഷോറൂമിൽ എത്തിയതിന് ശേഷം
അവിടെ നമ്മളോട് എയ്തർ പറഞ്ഞിരിക്കുന്നത് 24 hours അവിടെ സെക്യൂരിറ്റി ഉണ്ടാവുമെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചെന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, സാർ അവിടെ സെക്യൂരിറ്റീനെ കാണുന്നില്ല, സെക്യൂരിറ്റി ഇല്ല, അപ്പോൾ നമ്മൾ വണ്ടി എന്ത് ചെയ്യാമെന്ന് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, വണ്ടി വെക്കി. അപ്പോൾ അവർ പറഞ്ഞു സാർ ഞങ്ങൾ കാര്യം ചെയ്യാൻ ഷോറൂമിൻ്റെ സൈഡിലുള്ള ഒരു കോർണറിൽ വെച്ചിട്ട് ഹാൻഡിൽ ലോക്ക് ചെയ്ത് കീ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓക്കെ ഞാൻ മോർണിംഗ് വരാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 9 o'clock ആയപ്പോൾ ഷോറൂമിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനവിടെ അവർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാർ ഒരു 9:30 ആയപ്പോഴും അവർ എനിക്ക് ഇത് കൊണ്ടുവന്ന് വന്നു, കീ ആയിട്ട് വന്നു. ഞാനത് ശേഷം ഞാൻ അഡ്വൈസറുടെ അടുത്ത് അപ്പോൾ തന്നെ ഇഷ്യൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു രാത്രി നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി വേണം, അത് നിർബന്ധമാണ്, കാരണം നമ്മൾ പുറത്ത് വെച്ചിട്ട് വണ്ടി വെച്ചിട്ടാണ് അവരിന്നലെ പോയി. അപ്പോൾ അവർ പറഞ്ഞു സാർ ഉണ്ടാവാറുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും മാറിയതായിരിക്കും. പിന്നെ നമ്മൾ കാര്യമാക്കി എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ അഡ്വൈസറായിട്ട് സംസാരിച്ച് ഇങ്ങനെ നൈറ്റ് ഇഷ്യൂ ഉണ്ടായതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നോട് പറഞ്ഞു സാർ ഇത് കണ്ടിട്ട് എന്ത്, ഈ വിഷ്ണു എന്ന് പറഞ്ഞ ആളായിരുന്നു വണ്ടി നോക്കിയത്. ആൾ നല്ല ഫ്രണ്ട്ലി, അവിടെ വൈറ്റിലാണ്. അപ്പോൾ നമ്മുടെ വിഷ്ണു വന്നിട്ട് പറഞ്ഞു സാർ ഇത് ADC എന്തോ കംപ്ലയിൻ്റ് ആയിരുന്നു തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമുക്ക് ADC എന്താണെന്ന് വെച്ചാൽ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവളിപ്പോൾ അത് ഓക്കെ നോക്കിയിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ വിഷ്ണുവിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്തിട്ടുണ്ട് സാർ, ADC കൺട്രോളർ പോയതാണ്. അതായത് ഈ AC/DC കൺവേർട്ടറാണോ സംഭവം? ADC കൺട്രോളർ എന്നാണ് അവർ ഒരു ഇത്രയുള്ളൊരു കൺട്രോളാണ്. അത് അവർ പറയുന്നത് ഇതാണ് വണ്ടിയുടെ ബ്രെയിൻ ആണെന്നാണ്. വണ്ടിയുടെ അപ്പോൾ മോട്ടോർ കൺട്രോളറാണ് ഉദ്ദേശിക്കുന്നത്? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കൺട്രോളർ ഇത്രയുള്ളൊരു ഈ ഒരു വീതിയുണ്ട്, നമ്മുടെ ഒരു സ്ക്വയർ ബോക്സ് ആണ്. മറ്റേ ഒരു മെറ്റൽ പോലെ കുറേ, അപ്പോൾ അത് കൺട്രോളർ. അപ്പോൾ ഞാൻ അവരെന്നോട് പറഞ്ഞു ADC കൺട്രോളർ ആണെന്നാണ് പേര്, ഈ സാധനമാണ് വണ്ടിയുടെ പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് വണ്ടിയുടെ ബ്രെയിൻ ആണ്, ഇതാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്, അപ്പോൾ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വാറണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വാറണ്ടി കഴിഞ്ഞ് 1800 kilometers വണ്ടി. ടോട്ടൽ ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ഞാൻ ഷോറൂമിൽ കൊടുക്കുമ്പോൾ 31,800 ഓടിയിട്ടുണ്ടായിരുന്നു. അതായത് ഏതറിൻ്റെ വാഹനങ്ങൾക്ക് ബാറ്ററി പറയണ 5 വർഷം 60,000 ഉണ്ടെങ്കിലും പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ വെഹിക്കിൾ വാറണ്ടി 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ. ഇതിൽ ഏതാണ് ആദ്യം എത്തുന്നത്? 3 വർഷം കഴിഞ്ഞാൽ വാറണ്ടി കഴിഞ്ഞു, അതല്ല ഈ 3 വർഷം ആവുന്നതിന് മുമ്പ് 30,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിൾ വാറണ്ടി ഇല്ല. പിന്നെ എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി അല്ലാതെ വേറെ ഒരു സാധനത്തിനും നമുക്ക് വാറണ്ടി കിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് വാറണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പോൾ ഇത്രയും എമൗണ്ട് ആവുന്ന സംഭവമാണെന്ന് നമുക്കറിയത്തില്ല. ഞാനപ്പോൾ തന്നെ വിഷ്ണുവിനോട് വെച്ചിട്ട് എന്ത് കോസ്റ്റ് വരും എന്ന് ചോദിച്ചു. വിഷ്ണു പറഞ്ഞു സാർ നല്ല കോസ്റ്റ് വരുന്ന ഒരു ഐറ്റമാണ്, ഓൾമോസ്റ്റ്ലി ഒരു 14,000 ചിലപ്പോൾ വരുമെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ടൊന്ന് കേട്ടപ്പോൾ തന്നെ ഷോക്കായിപ്പോയി. 14,000 rupees എന്ന് പറഞ്ഞാൽ അതും വാറണ്ടി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷ്ണു നമുക്ക് എന്തെങ്കിലും ക്ലെയിമിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. വിഷ്ണു ഞാൻ സർവീസ് മാനേജറായിട്ട് സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചു. ഞാനൊരു 1/2 hour കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വിളിച്ചു. അപ്പോൾ പറഞ്ഞു സാർ നമുക്കിതൊരു വാറണ്ടിയിൽ എന്തായാലും ഇനി പോകില്ല എന്ന് പറഞ്ഞു. സിസ്റ്റത്തിൽ അവർ എൻ്റർ ചെയ്തപ്പോൾ വണ്ടി നമ്പർ എൻ്റർ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് എക്സ്പയർ കാണിച്ചു, പറ്റത്തില്ല എന്ന് അവർ അപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കിനി എന്താണെങ്കിലും സാർ ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് നമുക്ക് ഷോറൂമിൽ തരാൻ പറ്റുമായിരിക്കും, ഞാൻ മാനേജറായി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ, അതായത് ട്യൂസ്ഡേ ആയിരുന്നു നമ്മൾ വന്ന്. വെനസ്ഡേ നമ്മൾ മോർണിംഗ് ഞാൻ വീണ്ടും വിളിച്ചു വിഷ്ണു. അപ്പോൾ എന്നോട് പറഞ്ഞു സർവീസ് മാനേജറായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. വിളിച്ചു, അവിടെ പറഞ്ഞു സാർ ഇതാണ് ഇഷ്യൂ, ഇത്രയും വലിയ എക്സ്പെൻസ് എനിക്ക് ബിയർ ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല, ഇൻഫീസ് ഫിനാൻഷ്യലി എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി അത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളിപ്പോൾ എയ്തറിൻ്റെ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുണ്ടെന്ന് പറഞ്ഞു നമുക്ക്. അതായത് എയ്തറിൻ്റെ കറക്റ്റായി നമ്മൾ സർവീസും കാര്യങ്ങളും കൊണ്ടുപോകുന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണെന്ന് പറഞ്ഞു ഗുഡ് വിൽ. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ പേരിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് കമ്പനി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 14,000 25% ബസ് ലേബർ അടക്കമാണോ 14? അല്ല, ലേബർ അടക്കമാണ് 14 പറഞ്ഞത്. പക്ഷേ എനിക്ക് വെനസ്ഡേ രാവിലെയാണ് ഇവർ പറഞ്ഞത് കറക്റ്റ് ഫിഗർ വരുന്നത് 12,000 സംതിങ് ആണ് വരുന്നത്, പ്ലസ് ലേബറും കൂടെ. ലേബർ എന്ത് 500 rupees വരും, അറൗണ്ട് 13,000 rupees വരും. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്രയാണ് സാർ കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാർ ഈ 25% എന്ന് പറഞ്ഞാൽ 3,000 rupees ആണ് നമുക്ക് അതിൽ നിന്ന് ഡിസ്കൗണ്ട് വരും. ഞാൻ പറഞ്ഞു എന്നാലും ഇത്രയും എക്സ്പെൻസ്, ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി ബെൽറ്റ് ചേഞ്ചിങ് കൂടി ഉള്ള കാരണം ഇത്രയും എക്സ്പെൻസ് എനിക്ക് ഒരുമിച്ച് ബിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഷോറൂമിൻ്റെ സൈഡിൽ ഷോറൂമുകാരുടെ മാനേജർമാർക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിധി ഉണ്ടാവും. എനിക്ക് 20% ആണ് കമ്പനി വന്നേക്കുന്നത്. ആസ് എ മാനേജർ എനിക്കൊരു 5% കൂടി തരാൻ പറ്റും. അതാണ് ഞാൻ 25% ആയിട്ട് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇതിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കസ്റ്റമർ സൈഡിൽ ഞാൻ മെയിൽ റേസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ മെയിൽ റേസ് ചെയ്തു. അതിനൊപ്പം തന്നെ ഞങ്ങളുടെ വാട്സപ്പിൽ ഒരു എയ്തർ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അത് നമ്മൾ കോൾ കേരള തന്നെ ഉള്ളതാണ്. അതിൽ സെയ്ദ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്, പുള്ളിയാണ് അതിൻ്റെ അഡ്മിനും കാര്യങ്ങളെല്ലാം. പുള്ളിനെ ഞാൻ വിളിച്ചിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു ഇത് ഗ്രൂപ്പിൽ ഇതൊരു വോയിസ് ആയിട്ട് എടുക്കുക, അപ്പോൾ ഇതേ ഇഷ്യൂ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യില്ല, നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ അതിലേക്ക് ഒരു വോയിസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാമായിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കൊരാൾ റിപ്ലൈ അയച്ചു ഗ്രൂപ്പിൻ്റെ അകത്ത്, ബ്രോ ഇതേ സെയിം ഇഷ്യൂ എനിക്ക് സംഭവിച്ചായിരുന്നു, അപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പുള്ളിനെ കോൺടാക്ട് ചെയ്തു. പുള്ളി ദീപക് എന്നാണ് പേര്. പുള്ളി കോൺടാക്ട് ചെയ്ത പുള്ളി എന്നോട് പറഞ്ഞു സാർ ബ്രോ ഇതേ സെയിം ഇഷ്യൂ ആണ് എനിക്ക് വന്നത്, അപ്പോൾ എനിക്കും ഇതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ ഇവർ 25% ആണ് എന്നോട് പറഞ്ഞു. ഞാൻ അതിന് ശേഷം ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടു,
അതിനുശേഷം കമ്പനി കോൺടാക്ട് ചെയ്ത് നമ്മളോട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അവർ 50% നമുക്ക് തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ബ്രോ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുന്നത്. ഞാൻ ഓൾറെഡി മെയിൽ റൈസ് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാനപ്പോൾ ട്വിറ്ററിലൊരു പോസ്റ്റ് ഇട്ടു, നമ്മളിങ്ങനെ ഇതുപോലെ എൻ്റെ വർക്കുള്ള ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ അതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്ന രീതിയിൽ പോസ്റ്റ് ഇട്ട് ഒരു 1.5 ഒരു 2 hours കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വന്നു. ഏതോ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ലേഡിയാണ് വിളിച്ചത്, പ്രിയങ്ക എന്ന് തോന്നുന്ന പേര്. പുള്ളിക്കാരി വിളിച്ച് എന്നോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു ഇന്നാണ് ഇഷ്യൂ, എനിക്ക് ഇത്രയും ബിയർ ചെയ്യാൻ പറ്റില്ല, ഇത്ര എക്സ്പെൻസ് ആണ്, കാരണം ഓൺലി 1000. അതായത് ഈ ദീപക്കിൻ്റെ വണ്ടി 47 കിലോമീറ്റേഴ്സിലാണ് ഈ ഇഷ്യൂ. അപ്പോൾ 47 ആയിട്ടും ദീപക്കിന് 50% ചെയ്ത് കൊടുത്തു. പിന്നെ ദീപക്ക് ഓൾറെഡി ബില്ലും എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കൊരു സംസാരിക്കാനൊരു ഇതായി, കാരണം എന്തായാലും ഇത്രയും ഓടി ഒരാൾക്ക് നമുക്കൊരു ഇത് കൊടുക്കാമെങ്കിൽ 1500 കിലോമീറ്റേഴ്സ് ഓടി ഒരാൾക്ക് നമുക്ക് റീസണബിളി തരാമല്ലോ അവർക്ക് വേണമെങ്കിൽ. അപ്പോൾ നമ്മളത് സംസാരിച്ചവരോട് ഞാൻ ആ ലേഡിയായിട്ട് പറഞ്ഞു നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് സാർ. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് ആ കോൾ വന്ന് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ കൊച്ചി ഷോറൂമിൽ നിന്ന് സർവീസ് മാനേജർ തന്നെ വിളിച്ചു. സാർ ഏതറിൽ നിന്ന് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ലേബർ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറഞ്ഞു. അവർ വിളിച്ചു വന്നു. ഞാൻ പറഞ്ഞു സാർ ലേബർ കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നുമില്ല. ആ പാടെ നിങ്ങൾ പറഞ്ഞ് 500 rupees 25% കൂടി കിട്ടിക്കാൻ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഇല്ല. ഞാൻ പറഞ്ഞു അത് എനിക്ക് വില്ലിങ് അല്ല, ഞാൻ ഒന്നോട് ഏതറിനോട് സംസാരിച്ച ശേഷം കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ മാനേജർ പറഞ്ഞു ഓക്കെ നിങ്ങൾ കൺഫേം ചെയ്താൽ മതി, അതിന് ശേഷം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഞാൻ ഈ ലേഡി കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ഈ കൺസേൺ, ഇതാണ് എനിക്കൊരു 70% ഡിസ്കൗണ്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാനിത് 1500 kilometers ഓടി 70% ഡിസ്കൗണ്ട് വേണം, നിങ്ങൾക്ക് ലോസ് ഉണ്ട് എനിക്ക് ലോസ് ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എങ്കിൽ കൂടി നമുക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗുഡ് വില്ലിൻ്റെ പേരിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു തരണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് സെയിം കണ്ടിന്യൂസ് മെയിലും കാര്യങ്ങളും ഒരു ഫുൾ ഡേ ഞങ്ങൾ ഫുൾ മെയിലും കാര്യങ്ങളുമായിരുന്നു. വൈകിട്ട് ഒരു 6 മണി ആയി കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു സാർ ഞങ്ങളിപ്പോൾ മാക്സിമം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 50%, സാർ പറഞ്ഞ പോലെ 50% ഞങ്ങൾ ചെയ്തു തരാം, ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതാണ് മാക്സിമം നമുക്ക് തരാൻ പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം അവർക്ക് എയ്തറിന് ഡയറക്റ്റ് കൊടുത്ത് മെയിൽ കൊടുത്ത് ലേബർ പ്ലസ് 50% ലേബർ കട്ട് ചെയ്ത് 50% ചെയ്ത് പാർട്ടിന് ചെയ്തു തരാമെന്ന്. അതിനുശേഷമാണ് ഞാൻ എന്നെ ഏതറിൽ കൊച്ചിയിൽ നിന്ന് അവർ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുണ്ട് സാറിന്. അപ്പോൾ 6300 എൻ്റെ ബില്ല് ഞാൻ കൈ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റാണ് ടോട്ടൽ 9523. അതിൽ ബെൽറ്റിൻ്റെ ഒരു 10,3400 പോയിട്ട് ഇതിന് 6037 രൂപയാണ്. 6037 രൂപയാണ് നമുക്ക് കൺട്രോളറിനായേക്കാം. 6037 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ആയി. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതറിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടും കിട്ടി ഇല്ലേ, ഒരു ഗുഡ് വില്ലിൻ്റെ പേരിൽ. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് പഠിച്ചത് ഒരു പാഠം? ഇതിന് പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടിക്ക് ശേഷം ഒരു ചെറിയൊരു ഏതറെന്നല്ല എല്ലാ ഇലക്ട്രോണിക് എന്ത് സാധനം അങ്ങനെ നമ്മൾ ആക്ച്വലി ഞാൻ ഈ വണ്ടി എടുക്കുന്ന മുമ്പ് ബ്രോയുടെ വീഡിയോസ് ഒത്തിരി കണ്ടിട്ടായിരുന്നു. നമ്മൾ ഈ വണ്ടിയിൽ ആദ്യമേ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതിൽ കംപ്ലൈൻറ്റ് വരുന്ന പാട്ട് മോട്ടർ, ബാറ്ററി, ബെൽറ്റ്, പലർക്കും വേറെ പാർട്ടുകളെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. പക്ഷെ പിന്നീടാണ് ഞാൻ ഇതിന് ശേഷമാണ് ഞാൻ അതിൽ ഏറ്റവും രസകരമായ കാര്യം ഇപ്പം ഞാൻ മാറി വെച്ച് ADC കൺട്രോളർ എന്ന് പറഞ്ഞ സാധനം ഈ വാറണ്ടി ഇല്ല. പുതിയ സാധനം വെച്ചതിന് ഒരു വാറണ്ടി. അപ്പം ഞാൻ ചോദിച്ചു ഇത് 2 ദിവസം കഴിഞ്ഞ് പുതിയതിനും വാറണ്ടി ഇല്ല. അതാണ് ഷോറൂം പറയുന്നത് വാറണ്ടി തരാൻ പറ്റില്ല. ഞാൻ അല്ല അത് മേ ബി ചിലപ്പോൾ ഇവർ ഗുഡ് വില്ല് എത്ര ഡിസ്കൗണ്ടിൽ തന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ 2 ദിവസം കഴിഞ്ഞത് പോകുന്ന സാധനം ഇത് അങ്ങനെ പോകുന്നൊരു ഐറ്റം അല്ല. അങ്ങനെ കൺട്രോളർ ഇതിനു മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് സുമേഷിന് പോയതല്ലാതെ ഞാൻ അധികം അങ്ങനെ കൺട്രോളർ പോയി കേസുകൾ കേൾക്കാറില്ല. കൂടുതലും ബാറ്ററി. പക്ഷെ അതൊരു ഡിപ്പെൻസ് ആണ്, നമുക്ക് ഇലക്ട്രോണിക് ആണ് എന്തുകൊണ്ട് സംഭവിക്കാൻ പോയപ്പോൾ പറഞ്ഞു അവരൊരു വാറണ്ടി ഇല്ല. അപ്പോൾ പറഞ്ഞു അപ്പോഴാണ് ആക്ച്വലി നമ്മൾ ഇതിനെപ്പറ്റി ഞാനിപ്പോൾ അഡ്വൈസറോട് സംസാരിക്കുകയും ഇതിൻ്റെ പാർട്സിന് ഇത്രയും വിലകൾ വരുന്നത് സാർ ഇതിൻ്റെ എല്ലാ പാർട്സും. അപ്പോൾ എന്നോട് തമാശയായിട്ട് പുള്ളി പറയുന്നത് സാർ ഇതിൻ്റെ എല്ലാ പാർട്സും കോസ്റ്റ്ലിയാണ്, അതായത് ഓൾമോസ്റ്റ് മെയിൻ്റെനൻസ് വരുന്ന ഇതിൻ്റെ ഏത് പാർട്ടായാലും നല്ല കോസ്റ്റ്ലിയാണ്. ഇതുപോലെ ഇപ്പോൾ 12,000 സംതിങ് ആണ് സാറിന്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഗുഡ് വില്ല് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ സാർ ഇത് തന്നെ പേ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ശരിക്കും നമ്മൾ വണ്ടറായി പോയി ഇത്രയും എല്ലാവരും പറയണമെന്ന് വെച്ചാൽ ഇതൊരു ഇലക്ട്രിക് വണ്ടിയല്ലേ, ഇനി ഇത് 1.5-1.25 ലക്ഷം കൊടുക്കാനും മാത്രം എന്തെന്ന് ഇതിനകത്തുള്ളതെന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതാണ് ആക്ച്വലി പലരുടെയും വിചാരം എന്ന് വെച്ചാൽ ഒരു ബാറ്ററി ഉണ്ട്, ഒരു മോട്ടർ ഉണ്ട്, വണ്ടി ഓടുന്നു. അത് ബാറ്ററി ഉണ്ട്, മോട്ടർ ഉണ്ട്, മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ കൺട്രോളർ ഉണ്ട്, ഇതിനിടയിൽ DC കൺവേർട്ടർ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും നല്ലൊരു റേറ്റ് വന്നുകൊണ്ടാണ് വണ്ടിക്ക് ഈ റേറ്റ് വരുന്നത്. പക്ഷേ നമ്മളിത് ചിന്തിക്കുന്നില്ല. നമ്മൾ വണ്ടി മേടിക്കാൻ നേരത്തെ നമ്മൾ ചിന്തിക്കുന്ന ബാറ്ററിയാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ബാറ്ററി പിന്നെ നമ്മൾ സെക്കൻഡറി ആയിട്ട് നോക്കും, നമ്മൾ മോട്ടറെ പറ്റി നോക്കും. ഇതിപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന ഇഷ്യൂസ് ഇതിന് മാത്രമേ ബെറ്റാണ് നമ്മൾ പിന്നെ ആകപ്പാടെ പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോൾ പലരും പറയണത് ഇതിന് ഇത്രയും റേറ്റോ, ഇതിങ്ങനെ വരുമോ,
കംപ്ലൈന്റ് ആവും. കാരണം എല്ലാവരും അറിയുന്നത്. എല്ലാവരും ബാറ്ററിയുടെ വില എത്ര ഏട്ടാ, ബാറ്ററിയുടെ വില എത്ര. അപ്പോൾ ആളുകളൊക്കെ അപ്പോഴാണ് അവെയർ ആവുന്നത് ഇതിങ്ങനെ വാറണ്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഈ സാധനത്തിൽ ഇത്ര തുകയല്ല. അത് വാറണ്ടി ഞാൻ ഒന്ന് വിളിച്ചപ്പോൾ ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ. വാറണ്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ഇവർ തന്നില്ലേ, അതൊരു ഭാഗ്യമായിട്ട് നമ്മൾ കൂട്ടാം. വേറൊരു ബ്രാൻഡാണ്, അവർ നാളെ പറയുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ, ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടു. പക്ഷെ ഇതിൽ ഞാൻ എപ്പോഴും ഇതിൽ പറയുന്ന ഒരു ഇഷ്യൂ, ഞാൻ എപ്പോഴും മറ്റ് ബ്രാൻഡ്സായിട്ട് കമ്പയർ പറയണതെന്ന് വെച്ചാൽ വെഹിക്കിൾ വാറണ്ടി തന്നെയാണ്. 3 year 30,000 kilometers. ഇപ്പോൾ വേറെ ബ്രാൻഡുകൾ ഇപ്പോൾ വീടാണെങ്കിലും ചേത്തക്കാണെങ്കിലും ഇവരൊക്കെ 50,000 70,000 ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ പാർട്സിന്. അല്ലാത്ത പാർട്സിന് വാറണ്ടി നമുക്ക് കിട്ടില്ല. ഇലക്ട്രിക്കൽ പാർട്സ് പറയുമ്പോൾ ഈ പറയുന്ന പോലെ കൺട്രോളർ കാര്യങ്ങൾ പല ബ്രാൻഡുകൾ 70,000 കൊടുക്കുന്നുണ്ട് വാറണ്ടി. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു മെയിൻ നെഗറ്റിവിറ്റി വരുന്നത്. 3 year 30,000 സർവീസ് മാനേജറോട് സംസാരിച്ചാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. എല്ലാ വണ്ടിയും ഇപ്പോൾ നമ്മളൊരു കാർ വാങ്ങിക്കുവാണെങ്കിൽ പോലും നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എന്നൊരു ഓപ്ഷൻ, അതിലെ വെഹിക്കിളിന് എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ വളരെ നീറ്റായിട്ട് എൻ്റെ വണ്ടി നോക്കുന്നതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ബെൽറ്റാണ് 31,000 ആയി. ഞാൻ പറഞ്ഞു Gen 3ക്ക് ബെൽറ്റ് കംപ്ലൈൻറ്റ് ഉള്ള ഒരു ബാച്ചിൽ പെട്ട വണ്ടി, പക്ഷേ ഞാനത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും എൻ്റെ ബെൽറ്റ് പൊട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു 31 kilometers ഞാൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ ഇത്രയും കെയറായി കൃത്യമായ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു എക്സ്റ്റൻഡ് വാറണ്ടി ഒരു കസ്റ്റമേഴ്സിന് നമുക്കത് വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ഏതൊരു കൊടുക്കുന്നില്ല. പക്ഷേ പുതിയ വണ്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എക്സസ് അല്ല, പുതിയ വണ്ടികൾക്ക് വെഹിക്കിൾ വാറണ്ടി സെയിം ആണ്. അല്ല ഇപ്പോൾ 60,000 ആക്കിയെന്ന് പറയുന്നു. ഇല്ല വെഹിക്കിൾ വാറണ്ടി 3 year 30,000 ഉള്ളൂ. അതിൽ വേറെ മാറ്റമൊന്നും വന്നില്ല. വന്നിട്ടുണ്ടെങ്കിൽ നമ്മളറിയില്ലേ. ഇപ്പോൾ വരുന്ന വണ്ടികൾക്കുള്ളത് ഡിഫോൾട്ടായിട്ട് 5 year 60,000 ബാറ്ററിക്ക് മാത്രമാണ്. ഇതല്ല എക്സ്റ്റൻഡ് വാറണ്ടി ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ 3 year 30,000 kilometer കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് വാറണ്ടി കഴിഞ്ഞ് പണി കിട്ടിയ കാശ് കയ്യിൽ നിന്ന് ഇറങ്ങും. അതെല്ലാ സാധനവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ആയിരിക്കുന്ന ടി വി ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഞാൻ ആ ടി വി എടുക്കുമ്പോൾ ആദ്യം പ്രയോറിറ്റി കൊടുത്ത വാറണ്ടിക്ക് ആ TCLൻ്റെ ടി വി, വേറെ ഷവോമി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് 3 year വാറണ്ടി കംപ്ലീറ്റ്. നമ്മൾ ഈ ടി വിക്കൊക്കെ ഒരു കാര്യമുണ്ട്, പാനൽ വാറണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ പാനൽ മാത്രം കൊടുക്കും, വേറെ ഒന്നിനും കൊടുക്കില്ല. അപ്പോൾ ഈ ടി വി പറയണ പോലെ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമുക്ക് ധൈര്യമാണ് 3 year വാറണ്ടി ഉണ്ടെന്ന്. പക്ഷെ എന്നിട്ടും അവർ സാർ പാർട്ട് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ വലിപ്പിച്ച് ലാസ്റ്റ് നമ്മൾ വാങ്ങിയെടുത്ത് നമ്മൾ വിളിച്ചു. അത്രയും നേരം നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ കെയറായിട്ട് ഡീൽ ചെയ്ത് നമ്മൾ വാങ്ങിയ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് പുള്ളിനെ വിളിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു സാർ ഇപ്പോൾ ഈ സാധനം നമുക്കില്ല, ഒരു കാര്യം ചെയ്യുക, അത് കൊണ്ടുപോകാം, റിമോട്ട് അത് തന്നെ വെച്ചോ, ഇത് സ്മാർട്ട് ടി വിയാണ്, ഇത് കൊണ്ടുപോകാം, പകരം ഇവിടെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഉള്ളൂ, ആൻഡ്രോയിഡ് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ടി വി കിട്ടി. അത്രേ ഉള്ളൂ. അതാണ് വാറണ്ടിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയണത്. ഇതുകൊണ്ടാണ് വാറണ്ടി കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങും പണി വന്നാൽ. അപ്പോൾ ഇലക്ട്രിക് കാറുകളൊന്നും ആലോചിച്ച് നോക്കിപ്പോൾ ആളുകൾ 8 വർഷം 1,60,000 കിലോമീറ്റർ ബാറ്ററി വാറണ്ടി ഉണ്ടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മുമ്പ് അത്രയും നാൾ യൂസ് ചെയ്ത് മുതലാക്കിയ ആൾക്ക് കുറേ ലാഭം ഉണ്ടാവും. എന്നാലും അത് കഴിഞ്ഞ് ഇതുപോലെ വരുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഒരു 4-5 ലക്ഷം 12 ലക്ഷം ഒക്കെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അവസ്ഥ ആണ്. നമുക്ക് പെട്ടെന്ന് ഇതൊരു കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട്, അതും സ്കൂട്ടർ നമുക്ക് എന്ന് വെച്ചാൽ ഞാനപ്പോൾ ആ ഒരു ഷോറൂമാനോട് സംസാരിച്ചു, സാർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് മുഴുവൻ ഇതുപോലെ ഓരോ പാർട്സ് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കത് വലിയൊരു യൂസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പെട്രോൾ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ പറഞ്ഞ പെട്രോളിൻ്റെ ലാഭം നോക്കിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് കൺട്രോളോ അത് മുഴുവൻ ഇതുപോലെ ഒറ്റൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഒരു കൊല്ലത്തെ അല്ലെങ്കിൽ 2 കൊല്ലത്തെ നമ്മുടെ മൊത്തം അല്ലെങ്കിൽ അത്ര കിലോമീറ്റർ ഓടിപ്പോൾ നമ്മുടെ സേവിങ്സ് നമ്മൾ കറക്റ്റ്. അതാ എനിക്ക് വളരെ എന്താ വെച്ചാൽ 1,800 കിലോമീറ്റർ കറക്റ്റ് ആയപ്പോൾ സർവീസ് വാറണ്ടി കഴിഞ്ഞ് കറക്റ്റ് എന്താ സംഭവം കംപ്ലൈൻ്റ് ആയി. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം അത് വലിയ കാര്യമാക്കില്ല. പലരും ഇഷ്യൂസ് പറഞ്ഞ് ഇങ്ങനെ ബഹളമൊക്കെ നമ്മൾ കാര്യം, പക്ഷെ നമുക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണം. അപ്പോൾ നമ്മളിത് ഷെയർ ചെയ്യുമ്പോൾ ഇനി കാണുന്ന ആളുകൾക്കും അത് മനസ്സിലാവും. അപ്പോൾ പലരും വിചാരിക്കും ഷെടാ, പലരും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടല്ലോ, ചിലർ വിചാരിച്ചിട്ടുണ്ട് 5 വർഷം 60,000 ഉണ്ട് വെഹിക്കിളിന് എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം മേ ബി ഇത്തറിലിരിക്കുന്ന പലരും. ചിലർ വിചാരിക്കും അയ്യോ ഇത്രയും വാറണ്ടി ഉള്ള പോലെ, കുറേ പേര് പേടിക്കും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഞാൻ എല്ലാ വീഡിയോയിലും കമൻറ്റുകളിലൊക്കെ പറയുന്നത്, ഏതൊരു വണ്ടിയാണെങ്കിലും കംപ്ലയിൻസ് ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. കംപ്ലയിൻസ് വരാതെ ഓലയൊക്കെ കൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട്. ചിലർക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒരു കംപ്ലയിൻറ്റ് വരും, ചിലർക്ക് എടുത്ത അന്ന് മുതൽ കംപ്ലയിൻറ്റ്. അത് ഏതർ ഓല ഐക്യൂബോ വീട് ഏത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ എന്തെടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ചേട്ടാ എനിക്ക് ഒരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് കംപ്ലയിൻറ്റ് കുറവുള്ളൊരു വണ്ടി, എനിക്ക് കംപ്ലയിൻറ്റ് കുറവല്ല, ചിലരെൻ്റെ അടുത്ത് പറയും ചേട്ടാ കംപ്ലയിൻറ്റ് ഇല്ലാത്ത വണ്ടി അതുള്ള. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ഇല്ലാത്ത എന്ന് പറഞ്ഞൊരു വണ്ടിയില്ല. നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻ്റ് ആവാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി ഇലക്ട്രിക് വാഹനം വാങ്ങാതിരിക്കുമ്പോൾ
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഇതർ ആരും വാങ്ങരുത് എന്നൊന്നല്ല നമ്മൾ പറഞ്ഞു തന്നെ. അപ്പോൾ അവരായതുകൊണ്ട് ഒരു ഗുഡ് വില്ലിൻ്റെ പേരിൽ ഒരു 50% ഡിസ്കൗണ്ട് കൊടുത്ത് വേറൊരു ബ്രാൻഡ് അതുപോലെ ചെയ്യണമെന്നില്ല. അതൊരു പോസിറ്റീവാണ് എന്ന് കരുതി കംപ്ലൈൻ്റ് ആയ എല്ലാവരും ഉടനെ പോയിട്ട് ഡിസ്കൗണ്ട് ചോദിച്ചാൽ അയാൾക്ക് കൊടുത്തു ഞങ്ങൾക്ക് തന്നില്ല എന്നല്ല. മേ ബി പുള്ളി അത്രയും നല്ല രീതിയിൽ അതിലൊരു കാര്യമായിട്ട് പറയണം, നമ്മൾ ഈ പല ആളുകളും ഇവർ ഈ ഷോറൂമിന് സപ്പോർട്ട് കിട്ടുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടും. അതൊരു പ്രത്യേകം നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് അവർ പറഞ്ഞു, നിങ്ങൾ അതായത് ഈ ദീപക് എന്ന് പറഞ്ഞ ആളെന്നോട് പറഞ്ഞു ഷോറൂം സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കിത് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ചില ആളുകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഷോറൂംകാരോട് ഭയങ്കരമായിട്ട് റേസ് ആവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അവർക്കൊരു താല്പര്യം ഉണ്ടാവും, ഇൻട്രാക്ഷൻ കുറയും, സപ്പോർട്ട് കുറയും. കാരണം നമ്മളൊരു കാര്യം റിയാലിറ്റി മനസ്സിലാക്കണം, നമ്മുടെ വണ്ടിക്ക് വാറണ്ടി ഇല്ല, അവർക്ക് ഇനി കിട്ടില്ല. നമ്മൾ ചെന്ന് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ ചെയ്യാൻ അവരും കൂടി വിന്നിങ് ആവും. ചില ആളുകളിങ്ങനെ ഇഷ്യൂ, എൻ്റെ വണ്ടിക്ക് ഇത്രയും പൈസയായി, ഇനി ഞാൻ സമ്മതിക്കില്ല, ഷോറൂമിൽ പോയി വച്ചെടുക്കാം അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ചുമ്മാ ഡയറക്റ്റ് നമ്മൾ ഇതമ്മയ്ക്ക് മെയിൽ അയച്ചാൽ അല്ല, ഷോറൂമുകാർക്ക് ചെയ്യാൻ പറ്റണതിന് ഒരു പരിധികളുണ്ട്. ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതറിൻ്റെ ഭാഗത്തു നിന്നാണ് ചെയ്യുക. അപ്പോൾ ഷോറൂമുകാരെ നല്ല രീതിയിൽ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിൽ പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യാം. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഐഡിയ ഉണ്ടോ? വേറെ ഇതിനെപ്പറ്റിയൊന്നും ഇല്ല. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ ഇത്ര രൂപ ഇപ്പോൾ ചിലവായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പേടി ഉണ്ടോ? ഇപ്പോൾ പേടി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ പേടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ട് ഇപ്പോൾ ഈ മെയിനായിട്ടുള്ള നമ്മളൊരു പേടി എന്ന് പറയാൻ ഇനി വാറണ്ടി ഇല്ല, ഇനി മുന്നോട്ട് പോകുമ്പോഴുള്ള ബാറ്ററിക്ക് മാത്രമേ ഇനി സപ്പോർട്ട് ഉള്ളൂ. അല്ല, അതിപ്പോൾ എനിക്കാണെങ്കിലും വാറണ്ടി ഇല്ല. ഞാനാണെങ്കിൽ ബാറ്ററിക്ക് പോലും എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടില്ല. ഈ വർഷം അവസാനം 3 ഇയർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 10,000, 45, 50 കിലോമീറ്റർ ഞാൻ തിരിച്ചു ചോദിച്ചിരുന്നു ഷോറൂമിൽ. കിട്ടിയില്ല അല്ലേ? ഞാനത് ചോദിക്കണമെന്ന് ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് ആ കൺട്രോളർ തിരിച്ചു തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സാർ തിരിച്ചു തരാൻ പറ്റത്തില്ല, ഇത് ഞങ്ങൾക്ക് ബാംഗ്ലൂർക്ക് ഇത് അയച്ചോളൂ. അവരവിടെ ഇതിപ്പോൾ കിട്ടുവാണെങ്കിൽ നമുക്കിത് എന്താണ്, ചിലപ്പോൾ അവരത് റീഫർബിഷ് ചെയ്ത് ഇറക്കുമായിരിക്കാം. പക്ഷേ നമുക്കറിയില്ല. നമ്മളിപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ ഷോറൂമിൽ ചോദിച്ചപ്പോൾ ഞാൻ സർവീസ് മാനേജർ ചോദിച്ചു എനിക്ക് ഇത് തിരിച്ചു തരാമോ, എനിക്കത് വാറണ്ടി പേയ്മെൻ്റ് അല്ലല്ലോ. അപ്പോൾ എനിക്ക് സാർ തിരിച്ചു തരാൻ പറ്റത്തില്ല, അതോ ബാംഗ്ലൂർക്ക് പാക്ക് ചെയ്ത് അയക്കണം, അതുകൊണ്ട് തരാൻ പറ്റില്ല. അപ്പം നമുക്ക് അത് കിട്ടിയില്ല. അത് നമുക്കെന്താ വെച്ചാൽ അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വേറൊരാൾ ഇപ്പോൾ ഏതൊരു റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? അല്ലെങ്കിൽ ഒരാൾ ചേട്ടാ വണ്ടി തന്നെയുണ്ട്, എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? വണ്ടി ആസ് ഓഫ് നൗ വണ്ടി അടിപൊളിയാണ്. വണ്ടി തന്നെ എനിക്ക് ഇതുവരെ വേറെ ഫസ്റ്റ് ടൈമാണ്, ഇപ്പോൾ 2 വർഷമായിട്ട് വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാറണ്ടി കഴിഞ്ഞാലുള്ള കാര്യം മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. ബാക്കി വാറണ്ടി ഇപ്പോഴുള്ള വണ്ടികൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ബാറ്ററിക്കും കൂടി കുറച്ച് എക്സ്റ്റൻഡ് ഉണ്ട്. പക്ഷേ എന്നാലും വാറണ്ടി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു എക്സ്റ്റൻഡ് വാറണ്ടി കമ്പനി കൊണ്ടുവരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അത് കമ്പനി കൊടുക്കേണ്ടതാണ്. കാരണം എല്ലാ വെഹിക്കിൾസും നമുക്ക് ഇപ്പോൾ ബ്രാൻഡുകളൊക്കെ ബ്രാൻഡുകൾ വാറണ്ടി, കാരണം ഇപ്പോൾ വരുന്ന വണ്ടികളെല്ലാം തന്നെ ഇപ്പോൾ ഈ ചേതക്കൊക്കെ 60,000 എന്തോ കൊടുക്കുന്നു, 70,000 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിടെ ഇതർ ഇത്രയും നല്ലൊരു ബ്രാൻഡാണ്, ഇത്രയും തന്നെ വണ്ടിയാണ്. പക്ഷേ എന്നാലും നമുക്ക് ഈ പറഞ്ഞ കസ്റ്റമർക്ക് ഒരു സപ്പോർട്ട്, നമുക്കത് പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ നമ്മൾ റെഡിയാണ്. ഇപ്പം നമ്മളിപ്പോൾ 30,000 കഴിഞ്ഞവരാണ്, നമുക്കിപ്പോൾ ഇപ്പോൾ പേയ്മെൻറ്റ് അടച്ചിട്ട് നമ്മളോട് ഒരു 30,000 കിലോമീറ്ററിനോട് എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുമെങ്കിൽ നമ്മൾ എടുക്കാൻ റെഡിയാണ്. ഇപ്പോൾ എടുത്ത കൺട്രോളറിനും വാറണ്ടി ഇല്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതുപോലെ ഒരു കൺട്രോളിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ 6,000 കൊടുത്ത് അല്ലെങ്കിൽ 12,000 കൊടുത്ത് കൺട്രോളർ വെക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയണത് സാർ ഒരു 30,000 കിലോമീറ്ററോടെ ഒരു വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്കൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇത് അങ്ങനെയില്ല, നമുക്കിപ്പോൾ ഒരു വാറണ്ടി ഇല്ല. ഇപ്പോൾ ഇതിപ്പോൾ ഞാനിന്ന് അവരോട് പറഞ്ഞു സാർ ഞാൻ ചോദിച്ചു ഒരാഴ്ച അടിച്ചു പോയി, സാർ ഒരാഴ്ച അടിച്ചു പോയി, സാർ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളപ്പോൾ തന്നെ നമുക്കൊരു പേടി വിളി, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നമ്മളൊരു പേടി വരും. നമുക്ക് ഇപ്പോൾ ഇതുപോലെ മറ്റൊരു പാട്ട് വരുമ്പോൾ ആക്ച്വലി നമുക്കൊരു ഇതൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളിത് റിയലൈസ് ചെയ്യുന്നത് ഇതിൻ്റെ. ഇനിയിപ്പോൾ അടുത്തൊരു പാർട്ടിന് ഇനി എന്തെങ്കിലും വരുമോ എന്നുള്ള ടെൻഷൻ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോശമാണ്, ഇതാരും വാങ്ങിക്കരുത് എന്ന് ഒന്നും പറയാനോ കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയിട്ടല്ല. ജസ്റ്റ് റിയാലിറ്റി മനസ്സിലാക്കിയിരിക്കുക. പലരും ഈ പറയുന്ന പോലെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഒരു വണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഒരിക്കലും കംപ്ലൈൻറ്റ് വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും. പക്ഷേ നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെ ഇവിടെ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോഴാണ് മനുഷ്യന്മാരെ ഉണ്ടാക്കിയ സാധനങ്ങൾക്ക് ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും കംപ്ലൈൻറ്റ് വരാം. ചിലപ്പോൾ കംപ്ലൈൻറ്റ് വന്നില്ല എന്നും വരാം. ഇപ്പോൾ ബാറ്ററി ആണെങ്കിലും മോട്ടർ ആണെങ്കിലും പറയുന്ന പോലെ കൺട്രോളർ, DC കൺവേർട്ടർ, ആ ഡിസ്പ്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏത് വണ്ടിക്കാണെങ്കിലും അത്യാവശ്യം നല്ലൊരു റേറ്റ് ഉള്ളതാണ്. ഇപ്പോൾ ഈ മോട്ടറൊക്കെ ആണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 10-30,000 രൂപയോളം റേറ്റ് വരും. ബാറ്ററി ആണെങ്കിൽ കുറഞ്ഞത് എന്തായാലും 50-60 രൂപയ്ക്ക് എന്തായാലും വരുമായിരിക്കും. മേ ബി 70-80 ഒക്കെ പോകുമായിരിക്കും, അറിയില്ല. പിന്നെ കൺട്രോളർ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ റേറ്റ്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ടുനടക്കുക. പക്ഷേ എന്നാലും ഈ പറയുന്ന പോലെ നിർഭാഗ്യവശാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഗുഡ് വില്ലിൻ്റെ ബേസിസിൽ ബ്രാൻഡൊക്കെ നമുക്കൊരു ഡിസ്കൗണ്ട് അറിയുകയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യം.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വാറണ്ടിയുടെ പ്രാധാന്യം ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പലർക്കും മുമ്പ് അറിയാമെന്നുള്ള കാര്യമാണ്. പലരും ഇപ്പോൾ വാഹനം വാങ്ങിക്കുമ്പോൾ പ്രോപ്പറായിട്ട് അന്വേഷിക്കാതെ ചിലപ്പോൾ മേ ബി സർവീസ് അല്ലെങ്കിൽ സെയിൽസ് ടീമിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അതൊക്കെ വിചാരിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.